നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾ ആ പേഴ്സൺ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അഗാധമായി സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ ആ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് അധികമൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പേഴ്സണെ ഒന്ന് അറിയാൻ ശ്രമിക്കാം. കുറച്ച് ചോദ്യങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ആഗ്രഹിക്കുന്നത്, കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക കേട്ടോ. ഇത് 1, 2, 3 ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ജനറൽ റീഡിംഗ് ആണ്, അത്രയും അങ്ങോട്ട് ആക്യുറേറ്റ് ആവണം എന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് 1ാമത്തെ കാർഡ്, 2ാമത്തെ കാർഡ്, 3ാമത്തെ കാർഡ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചോദിക്കാന്ന് വെച്ചാൽ അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, പിന്നെ അവർക്ക് മാരീഡ് ആണോ അല്ലയോ അത് ചോദിക്കും. പിന്നെ എന്ത് തരം ജോലി ചെയ്യുന്ന ആളാണെന്ന് ചോദിക്കും. പിന്നെ ആ പേഴ്സന്റെ സ്വഭാവം എങ്ങനെയാണ്. ഈ ജോലി ചെയ്യുന്നത് നോക്കുമ്പോൾ നമ്മൾ നാട്ടിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പിന്നെ സ്വഭാവം എങ്ങനെയാണ്, പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഉദ്ദേശം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്നേഹമുണ്ടോ ഇല്ലയോ, എന്താണ് ഉദ്ദേശം, അത് നമ്മൾ നോക്കും. പിന്നെ ഈ റിലേഷൻഷിപ്പ് കാർമിക് ആണോ സോൾമേറ്റ് ആണോ എന്ന് നോക്കും. പിന്നെ ഇത് ലവ്, നിങ്ങളോട് സ്നേഹമാണോ അതോ വെറും ഫിസിക്കൽ അട്രാക്ഷൻ ആണോ എന്ന് നോക്കും. പിന്നെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പൊ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ എപ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് വരും എന്ന് നോക്കും. പിന്നെ അവസാനം നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഇത് റിലേഷൻഷിപ്പിലേക്ക് ഇത്രയും ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അവസാനം ഈ ഒരു സിറ്റുവേഷൻ സക്സസ്ഫുൾ ആകുമോ, നിങ്ങളും ആ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 1ാമത്തെ കാർഡ്, 2ാമത്തെ കാർഡ്, 3ാമത്തെ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് 2ാമത്തെ കാർഡ് മാറ്റി 3ാമത്തെ കാർഡ് മാറ്റാം. 1ാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ കുറച്ച് നീണ്ട റീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറുതായിരിക്കാം, കാർഡ്സ് വരുന്നത് പോലെ. അത് നമുക്ക് ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ്, നിങ്ങൾ എന്താണ് ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയേണ്ടത്, നിങ്ങൾ ഈ 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്, അതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. ഭഗവാനെ, എന്താണ് 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയേണ്ടത്. ഭഗവാനെ, വന്നേക്കുന്ന കാർഡ് ഇനി വരുമോ നോക്കാം. വേറെ കാർഡ്സ് ഒന്നും വന്നിട്ടില്ല. ഈ കാർഡ് വളരെ നല്ല കാർഡാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തുടങ്ങാം. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് നിന്നു പോയതാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അതിനുള്ള റീഡിംഗ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇത് എംബ്രേസ് പ്രോസ്പെക്ട് ഓഫ് എ ഫ്രഷ് ബിഗിനിങ്, ഒരു പുതിയ തുടക്കം ആകാം. കാരണം ഭഗവാൻ നിങ്ങളുടെ പാതയിലുണ്ടായിരുന്ന വിഘ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 3 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഈ പേഴ്സൺ ചിലപ്പോ നാട്ടിലില്ലാത്ത ഒരാളായിരിക്കാം. എന്തായാലും ഒന്നിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജി അല്ല ഇത്, മനസ്സിലായോ? ചിലപ്പോൾ ഒരു നിരാശയിലുള്ള ഒരാളായിരിക്കും. മുമ്പോട്ടുള്ള ഒരു പോക്കിന്, മുമ്പോട്ടുള്ള ജീവിതത്തിന് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു എനർജി, വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണിത്. ഒന്നിനും വേണ്ടി കാത്തിരിക്കുന്നില്ല. അപ്പൊ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തിയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മടുത്തായിരിക്കാം ജീവിതം. അപ്പോ ഈ പേഴ്സന്റെ ഇപ്പൊ എനർജിയിൽ ഒരു സീക്രട്ട് ഉണ്ട്. സീക്രട്ടീവായിട്ട് ഒരു ചിലപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കാം ഈ പേഴ്സൺ എപ്പോഴും താമസിക്കുന്നത്. അമ്മയുടെ കൂടെ താമസിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് അമ്മമാരുള്ളപ്പോ അല്ലെങ്കിൽ അച്ഛന്മാരുള്ളപ്പോ മക്കൾക്ക് അധികം വളരാനുള്ള, അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയും കൂടെ കാണിക്കുന്നുണ്ട്.
വളരെ സീക്രട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ശോകമായ ഒരു ലൈഫാണ് ഈ പേഴ്സന്റെ കേട്ടോ. അല്ലെങ്കിൽ ഈ പേഴ്സണൽ ലൈഫിലുള്ള ഈ സ്ത്രീ എനർജി ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നവരാണ്, അടിച്ചമർത്തി ജീവിക്കുന്നവരാണ്, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ ഈ പേഴ്സൺ വളരെ ശോകമായ ഒരു ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ക്യാൻസർ സോഡിയാക് സൈൻ ആണത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പേഴ്സന്റെ. ഭഗവാനെ, നിങ്ങളുടെ മനസ്സിലുള്ള ഈ ആള്, നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഈ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഹാർട്ട് ബ്രോക്കൺ ആണ്, വളരെ നഷ്ടബോധത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ടുള്ള സങ്കടം. ഈ ഒരു കാർഡ് മതി മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് 3 വാള് കുത്തിയിറക്കിയാണ്. അപ്പൊ ഭയങ്കര വേദനയിലാണ് ഈ പേഴ്സൺ, ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇത്. മാനസികമായ വേദന, ഒട്ടും ഹാപ്പി അല്ല. അപ്പൊ എല്ലാം തീർന്നു, എന്റെ ജീവിതം മൊത്തത്തിൽ തീർന്നു, എനിക്ക് ഭയങ്കരമായ ഇമോഷണൽ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ പേഴ്സൺ മാരീഡ് ആണോ അല്ലയോ? ഈ പേഴ്സൺ മാരീഡ് ആണോ അല്ലയോ? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഈ പേഴ്സൺ മാരീഡ് ആണോ അല്ലയോ? മാരീഡ് അല്ല. മാരീഡ് ആയിരുന്നെങ്കിൽ തന്നെ ഡിവോഴ്സ്ഡ് ആണ് ഇപ്പൊ കേട്ടോ. ഇത് ഹെയർഫാൻ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പൊ ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഒറ്റയ്ക്കാണ്, ഇപ്പൊ ഡിവോഴ്സ്. അതുകൊണ്ടായിരിക്കും അമ്മയുടെ കൂടെ ജീവിക്കുന്നതോ അതോ ഒരു സ്ത്രീ എനർജി ഉണ്ട് പേഴ്സണൽ ലൈഫില്. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വായിലെ നാക്ക് കാരണമായിരിക്കാം ഒറ്റപ്പെട്ടു പോയത്, അതും കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ, വിവാഹത്തിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ പേഴ്സൺ മുമ്പോട്ട് പോയിട്ടില്ല. അപ്പൊ വളരെ സങ്കടം, എല്ലാം നഷ്ടമായ ഒരു പേഴ്സൺ ആണിത്. 2 ഓഫ് പെന്റക്കിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പോയതെന്നാണ് പറയുന്നത്. വെച്ചാല് വിവാഹ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ ഒരു എനർജിയാണ് ടോറസ് സോഡിയാക് സൈൻ ആണത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ എന്ത് തരം ജോലി ചെയ്യുന്ന ആളാണ്? നഴ്സായിട്ട് ജോലി ചെയ്യുന്നതായിരിക്കാം, എന്തോ ഹോസ്പിറ്റൽ സർവീസ് ഇൻഡസ്ട്രി ആണ്, ഹെൽത്ത് ഇൻഡസ്ട്രി, അങ്ങനെ ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഡോക്ടർ ആവാം, നേഴ്സ് ആവാം, കമ്പൗണ്ടർ ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേറെ ലാബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സർവീസ്, ഒരു ഹെൽത്ത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. ചിലപ്പോൾ NGO നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം. അങ്ങനെ ലിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, പണത്തിന് വേണ്ടി തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. കാരണം ഈ പേഴ്സണ് അധികം വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ കുറെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അറിയില്ല. എന്തായാലും പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഈ ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഈ പേഴ്സന്റെ സ്വഭാവം? എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണിത്? ഓക്കെ, ഈ പേഴ്സൺ ഒന്ന് പറയുകയാണെങ്കിൽ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, എന്തുള്ള ഇപ്പൊ കയ്യിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ എന്ത് തരം ജീവിതമാണ്, ആ ജീവിതമായി സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരാളാണ് എന്നും കൂടെ പറയാം. അതുപോലെ തന്നെ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. നമ്മളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ വെച്ചിട്ട് അതിന് എന്താ പറയാ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. മനസ്സിലായോ? നമ്മള് സഹായിക്കുന്നവരെ കൈവിടുന്ന ആളല്ല, സഹായിക്കുന്നവരെ എപ്പോഴും ഓർത്തിരിക്കുന്ന, അവരോട് നന്ദിയുള്ള ഒരാളാണെന്നാണ് പറയുന്നത് ഈ പേഴ്സന്റെ സ്വഭാവം കേട്ടോ. അതുപോലെ തന്നെ ഉള്ളതിലെ സംതൃപ്തി നേടുന്ന, ചിലപ്പോൾ അതുകൊണ്ടുമായിരിക്കാം കൂടെയുള്ള വിവാഹം കഴിച്ചവരോ കൂടെ ഉണ്ടായിരുന്നവരോ ഉപേക്ഷിച്ചത്. ചിലപ്പോ ഈ പേഴ്സന്റെ ഈ സ്വഭാവം കൊണ്ടുമായിരിക്കും, എനിക്ക് ഇത്രയൊക്കെ മതി എന്നൊരു ചിന്ത ഈ പേഴ്സന്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ കൂടെ ഉള്ളതുമായിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ നേടുന്നതായിരിക്കാം. ഈ പേഴ്സൺ അത് വേണ്ട. മനസ്സിലായോ? അപ്പോ ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ആളല്ല, തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഒട്ടും വയലന്റ് അല്ല, ശാന്ത സ്വഭാവമുള്ള സ്ത്രീയോ പുരുഷനോ ആണിത്. ഓക്കെ, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നില്ല.
നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സന്റെ? ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? നിങ്ങളോടൊരു ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട് ഈ പേഴ്സണ് കേട്ടോ. ഒത്തിരി ദേഷ്യത്തിലാണ് ഇപ്പോഴും. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഭയങ്കര ടെൻഷനാണ്. നിങ്ങൾ വിവാഹം കഴിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു, അത് സക്സസ്ഫുൾ ആകുമായിരുന്നു എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ വിവാഹം നടക്കാതിരുന്നതെന്നൊരു ദേഷ്യമുണ്ട് നിങ്ങളോട്. അപ്പൊ ഒരു വൈരാഗ്യമുണ്ട് നിങ്ങളോട്, ഒരു ദേഷ്യമുണ്ട് ഈ പേഴ്സണ്. കാരണം നിങ്ങൾ കാരണമാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാതിരുന്നത് എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. ഇവിടെ ടോറസ് ഉണ്ട്, ലീബ്ര ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി പോയേനെ. ഇനി നിങ്ങളുടെ എക്സ് ആണോ ഇത് അറിയില്ല. എന്തായാലും നിങ്ങൾ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾ തമ്മിൽ ഉണ്ടായേനെ. അപ്പൊ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് പ്രശ്നമാകാൻ കാരണം എന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ് ഈ പേഴ്സന്റെ? ഇപ്പൊ എന്താണ് ഉദ്ദേശം? ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് ആണ് ഇത്, ഫ്രണ്ട്ഷിപ്പിന്റെ കാർഡാണ്. നിങ്ങളും ഓൾറെഡി മാരീഡ് ആണോ? നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടോ? അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വന്നാൽ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുമോ? അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിനെ ആഗ്രഹിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ നെഗറ്റീവ് ആണ് ഈ പേഴ്സൺ പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളതായിരിക്കും, പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ വരികയാണെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പിൽ ഒതുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണോ, സോൾമേറ്റ് ആണോ? അത് നോക്കാം നമുക്ക്. ലോങ് ടേം ആണ്, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. അത് ഈ പേഴ്സൺ അറിയാം. ഒരു ലോങ് ടേം പ്ലാൻ ആയിരുന്നു. നിങ്ങളെയാണ് ഈ പേഴ്സൺ സ്വന്തം സോൾമേറ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഭയങ്കര ഹാപ്പി ഒക്കെ ആവും, ഈ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആവും. ഷെയർ ചെയ്ത് സന്തോഷവും സന്താപവും തമ്മിൽ ഷെയർ ചെയ്ത് ജീവിക്കാന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഓക്കെ, ഈ പേഴ്സൺ ഇപ്പോ നിങ്ങളോട് സ്നേഹമാണോ അതോ ഫിസിക്കൽ അട്രാക്ഷൻ ആണോ? ഈ പേഴ്സൺ നിസ്സംഗതയാണ് നിങ്ങളോട്. സ്നേഹവുമില്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സ്നേഹവുമില്ല, നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ടുവന്ന് നിങ്ങളോട് തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സംഗതയാണ് ഈ പേഴ്സൺ. നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്തയാണ്. അപ്പോ അതുപോലെ തന്നെ വളരെ എന്താ പറയാ, ഒരു റൊമാൻറ്റിക് എനർജി ഉള്ള ഒരാളാണ്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു. ഈ റിലേഷൻഷിപ്പിൽ റൊമാൻസ് ഇല്ല. ഇപ്പൊ ആ പേഴ്സൺ അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും നിങ്ങളോട് ഇല്ല. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ ഈ പേഴ്സൺ? യെസ് ഓർ നോ ആണ്? നോ ആണ് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത്. കാരണം ആ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കുകയല്ല. ആ പേഴ്സൺ അതിൽ നിന്ന് മുമ്പോട്ട് പോയി. അപ്പോ നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നില്ല. ഒരു 10 ഓഫ് പെന്റക്കിൾസ് ഒക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങളെ വളരെയധികം സ്നേഹമായിരുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ആഗ്രഹിച്ചിരുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആകുമെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നിങ്ങളോടുള്ള ഫ്യൂച്ചർ ഒന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ എത്ര നാളുകൊണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും? ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 8 വർഷം, അത് മാക്സിമം ആണ് പറയുന്നത്. ഒരു 8 മാസത്തിനുള്ളിലൊക്കെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്നാണ്. ഇപ്പൊ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള കണക്ഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി വിട്ടിട്ടില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഇപ്പോ വളരെ നിസ്സംഗതയോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ വരുമ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ എനർജി കൊടുക്കുമായിരുന്നു. എംപററിനെ കാണിക്കുന്നില്ല. അപ്പൊ ജീവിതം തിരിച്ചു പിടിക്കണം, കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. ഈ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ നിസ്സംഗത മാറണം, കുറച്ചും കൂടെ ലൈവ്ലി ആവണം ജീവിതം എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. ഇപ്പൊ ഭയങ്കര ബോറടിയാണ്. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഏരീസ്, സ്പൈസീസ്. ഇത് സക്സസ്ഫുൾ ആകുമോ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ചെയ്യുമോ? യെസ് ഓർ നോ ആണ്? നോ, നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആദ്യം ആകാതിരുന്നത്, അതേ സിറ്റുവേഷൻ പിന്നെയും വരും. മനസ്സിലായോ? അപ്പോ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ വഴിയുണ്ട്. അതല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു സാധുവായതുകൊണ്ട്
നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടിയിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാതിരുന്നത്. അപ്പൊ എന്തായാലും കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആഗ്രഹിച്ചാലും ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഓഫർ ഈ പേഴ്സൺ തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. കുറച്ചധികം കാർഡുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് ഇനി പോവാം. രണ്ടാമത്തെ റീഡിങ് നിങ്ങൾ ആരെക്കുറിച്ചാണോ അറിയാൻ ആഗ്രഹിക്കുന്ന ആ പേഴ്സണെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത്. ഭഗവാനെ, ഈ സിറ്റുവേഷനെ കുറിച്ചിട്ട് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് എന്താണ് അറിയേണ്ടത്? ആ മെസ്സേജ് തരണേ ഭഗവാനെ. എന്ത് മെസ്സേജാണ് ഇവർക്ക് കൊടുക്കുന്നത് ഭഗവാനെ? ഇവർക്കുള്ള മെസ്സേജ് എന്താണ്? ടോക്സിക് സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട്. വേറെ കാർഡ്സ് എന്തെങ്കിലും വരുന്നുണ്ട്? വേറെ കാർഡ്സ് ഒന്നുമില്ല. ഇത് വളരെ ടോക്സിക് ആയ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ സ്വയം ക്ലെൻസ് ചെയ്യണം. ഇത് തിരിച്ചറിയുകയും വേണം. ഇതിലുള്ള ടോക്സിസിറ്റി മാറ്റാൻ ശ്രമിക്കുകയും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ എനർജി 7 of Wands റിവേഴ്സ് ആണ്. ഈ പേഴ്സൺ ഇപ്പോൾ എന്താ പറയുക, വളരെ എക്സോസ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ കുറെ ഫൈറ്റ് ചെയ്തു. ഈ പേഴ്സൺ പൊതുവെ ഒരു റിബൽ മെന്റാലിറ്റി ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. മറ്റുള്ളവർ ചെയ്യണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തിനോ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ തളർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണത്. അപ്പൊ വളരെ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം അത് വരണമെന്ന് ആഗ്രഹിച്ച് വളരെയധികം ഫൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് കൈവിട്ടു പോയി. അപ്പൊ അതിൻ്റെതായ ഒരു തളർച്ച ഈ പേഴ്സൺ ഉണ്ട്. ഏരീസ്, സോഡിയാക് സൈൻ ആണത്. ഇനി ഇപ്പോ ഈ പേഴ്സന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വളരെ സ്പീഡിലാണ് ഈ പേഴ്സന്റെ ജീവിതം പോകുന്നത്. കൈവിട്ട് പോവുകയാണോ ഈ പേഴ്സൺ? വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നു. മനസ്സിലായോ? അങ്ങനെയാണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിചാരിക്കുന്നതിൽ കൂടുതൽ എന്താ പറയുക, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നുണ്ട്, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഈ പേഴ്സന്റെ ലൈഫിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ആരെയോ ഭയങ്കര പാഷനറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്ഷൻ എടുക്കണം, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഒറ്റ തോന്നലിൽ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോവാൻ നോക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്കാണോ വേറെ ആരുടെ അടുത്തേക്കാണോ എന്നറിയില്ല. എന്തായാലും ഈ പേഴ്സൺ വളരെ പാഷനറ്റ് ആയിട്ട് ആർക്കോ കോൺസ്റ്റന്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോട് അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ കോണ്ടാക്ട് ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത് ചിലപ്പോൾ പണത്തിന്റെ കാര്യത്തിനായിരിക്കും. പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടോ, കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കടം മേടിക്കാൻ വേണ്ടിയിട്ടും ആകാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നുമില്ല. ഈ പേഴ്സൺ മാരീഡ് ആണോ അല്ലയോ?
മാരീഡ് അല്ല, സിംഗിൾ ആണ്. പക്ഷേ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലോങ് ടേം പ്ലാനൊക്കെ ഉണ്ട് പേഴ്സണ്. അപ്പോൾ എന്തൊക്കെയോ ചിലപ്പോൾ ഇനിയിപ്പം നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറെ പ്രിപ്പറേഷൻ ഉള്ളൂ. വീട് വെക്കണം, അറ്റ്ലീസ്റ്റ് സ്ഥലമെങ്കിലും വാങ്ങിക്കണം, നല്ല ജോലി വേണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ്. ഇത് 2 ആണ്. അതുപോലെ തന്നെ ഒരു ചോയ്സ് എടുക്കാനും കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഈ പേഴ്സണിന്റെ മുമ്പിൽ. ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഫിനാൻഷ്യലി എന്താണ് ബെറ്റർ എന്ന് നോക്കിയിട്ടാണ് ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അത് ചിലപ്പോൾ പണം തിരിച്ചു കിട്ടാനുള്ളതോ ആയിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതോ ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. മാരീഡ് അല്ല ഈ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ പണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു എനർജി ആണോ എന്നും അറിയില്ല. എന്തായാലും എന്ത് തരം ജോലി ചെയ്യുന്ന എനർജിയാണിത്? എന്ത് തരം ജോലിയാണ് ചെയ്യുന്നത്? ഈ പേഴ്സൺ ചിലപ്പോൾ അണ്ടർടേക്കർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അണ്ടർടേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ടർടേക്കർ എന്ന് പറഞ്ഞാൽ ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത്, ഒരു അവസാനം. അപ്പൊ ചിലപ്പോൾ ജഡ്ജി ആയിട്ടോ അങ്ങനെ ആവാനുള്ള ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഡോക്ടർ ആവാം, മനസ്സിലായോ? എന്തോ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു എനർജി. ചിലപ്പോ ഈ എന്താ പറയാ, ചിലപ്പോൾ മതസംബന്ധമായി ജോലി ചെയ്യുന്ന ആളുമായിരിക്കാം, ചിലപ്പോൾ പൂജാരി ആയിരിക്കാം, മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ എന്തോ ഒരു ഇതാണ് കാണിക്കുന്നത്. ഒരു അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെ പോലെയാണ് കാണിക്കുന്നത് അവിടെ. അന്തിമമായ തീരുമാനങ്ങൾ എടുക്കുക. ജഡ്ജ് ആവാം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസുകളിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളായിരിക്കാം, പോലീസിലായിരിക്കാം. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് വന്നേക്കുന്നത്. അത്ര അധികം ആളുകളോട് ഇടപെടുന്ന സ്വഭാവമുള്ള ഒരാളല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പേഴ്സൺ വളരെ സീക്രട്ടീവായിട്ട് നിൽക്കുന്ന ആളാണ്. അധികം ആൾക്കാരോട് സംസാരിക്കാത്ത ഒരു എനർജിയാണ്. എപ്പോഴും പൈസ ഉണ്ടാക്കുക എന്നൊരു ചിന്തയാണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ളത്. ഫാദർ ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെ പൈസയുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പൊ ബിസിനസ്സിലാവാം, എന്തോ ഒരു എന്താ പറയാ, ഒരു അവസാനം എന്നാണ് കാണിക്കുന്നത്. എൻഡിങ്സ് ആണ് പറയുന്നത്. അപ്പോ ചിലപ്പോ അഗ്രികൾച്ചറിലും ആകാം, അതുപോലെ കെമിക്കൽ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാവാം കേട്ടോ. അതുപോലെ മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കുന്ന ആളാവാനും ചാൻസ് ഉണ്ട്. വെർഗോ ആണ്, അനലിറ്റിക്കൽ പരിപാടിയാണ് അവർക്ക്. വെർഗോ സ്കോർപിയോ ആണ് കാണിക്കുന്നത്. പിന്നെ സ്വഭാവം എങ്ങനെയുള്ളതാണ് ഈ പേഴ്സന്റെ? ക്വീൻ ഓഫ് വാൻസ്. ഈ പേഴ്സൺ ഭയങ്കര ലൈവ്ലി ആണ്. എല്ലാവരോടും വളരെ ചിരിച്ച് സംസാരിക്കും, എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ആളാണ്. ഒരിക്കലും അവരുടെ വീക്ക്നെസ് മറ്റുള്ളവരെ അറിയാൻ ഇവര് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഇവരുടെ ലൈഫ്, പേഴ്സണൽ ലൈഫ് അവര് ഒരു മൂടുപടം അണിഞ്ഞ് നടക്കുന്ന ഒരു എനർജിയാണിത് കേട്ടോ. അങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഇവരുടെ ലൈഫ് ഒന്ന് പബ്ലിക്കായിട്ട് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പത്തേക്ക് ഇവരുടെ വീക്ക്നെസ്, ഇവർ കരയുന്നതും എല്ലാം വളരെ സീക്രട്ടീവായിട്ടായിരിക്കും. സങ്കടങ്ങൾ എന്തെങ്കിലും കാണിക്കില്ല. പക്ഷെ മറ്റുള്ളവരുടെ സാധനങ്ങൾ തട്ടിപ്പറിക്കാൻ മടിയില്ലാത്തൊരു എനർജിയാണിത്. അതിൽ ഒരു കുറ്റബോധവും തോന്നാത്ത ഒരു എനർജിയും കൂടിയാണ് ഇവിടെ ഡെവൽ എനർജി. കുറച്ചൊരു ചെകുത്താന്റെ സ്വഭാവമുള്ള ഒരു എനർജിയാണ്. കിങ് ഓഫ് സ്വേർഡ്സ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഷാഠ്യമുള്ള ഒരു എനർജിയാണ്. ഒരു തീരുമാനം എടുത്ത അതിൽ നിന്ന് കടുകിട മാറാത്ത ഒരു എനർജിയാണ്. മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയാണ്. സത്യത്തിന്റെ ഏതറ്റവും വരെ, സത്യം അറിയാൻ വേണ്ടി ഏതറ്റവും വരെ. അപ്പൊ ഡിറ്റക്റ്റീവ് സ്വഭാവമൊക്കെ ഉള്ളൊരു എനർജിയാണിത്. അതുപോലെ തന്നെ ഒബ്സസീവ് ആയിട്ട് ഒരു കാര്യത്തിന്റെ പുറകെ തൂങ്ങുന്ന ഒരു എനർജിയും കൂടിയാണ് ഇവിടെ കാപ്രിക്കോൺ കാണിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഈ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നാട്ടിലുണ്ടോ? ഈ പേഴ്സൺ ഇപ്പൊ നാട്ടിലുണ്ടോ നോക്കട്ടെ. നാട്ടിലില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പൊ ജോലിക്കായാലും അല്ലാതെയും ഈ പേഴ്സൺ യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എപ്പോഴും മനസ്സിൽ ചഞ്ചല ചിത്തമായ ഒരു ചഞ്ചലപ്പെടുന്ന ഒരു മനസ്സാണ് ഈ പേഴ്സന്റെ. പിന്നെ സ്നേഹം അങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ്.
അപ്പോ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ പേഴ്സൺ ഓടിക്കളയുമെന്നാണ് പറയുന്നത്, മറഞ്ഞിരിക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ യാത്രയിലാണ്, ഇപ്പൊ ഇവിടെ ഇല്ല, ഔട്ട് ഓഫ് നിങ്ങളുടെ പ്ലേസ്, സ്ഥലത്ത് ഇല്ല ഈ പേഴ്സൺ. സ്വഭാവം നമ്മൾ കണ്ടു. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സന്റെ? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളൊരു സ്റ്റാർ ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. നിങ്ങളോട് ഭയങ്കര ആരാധനയാണ് ഈ പേഴ്സണ്. നിങ്ങൾ ഈ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾ അറിയാതെ തന്നെ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അക്വാരിയസ് സോഡിയാക് സൈൻ ആണിത്. നിങ്ങളോട് ഭയങ്കര ആരാധനയുള്ള ഒരു എനർജിയാണിത്. ടു ഓഫ് സ്വേർഡ്സ് റിവേഴ്സും 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സും ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ട്രാപ്പ് ചെയ്യണമെന്നും ഈ പേഴ്സൺ ആഗ്രഹമില്ല കേട്ടോ. നിങ്ങളെ കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടുമില്ല, മനസ്സിലായി? നിങ്ങളെ പറ്റിച്ച് കാര്യങ്ങൾ നടത്തണമെന്നോ എന്നൊന്നും ഈ പേഴ്സൺ ആഗ്രഹമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളോട് മാത്രമാണോ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങളോട് മാത്രമാണോ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഈ പേഴ്സൺ പെരുമാറുന്നത്? പൊതുവെ ഇങ്ങനെ വളരെ ആരും അങ്ങനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു എനർജി, ആരെയും റെസ്പെക്ട് ചെയ്യാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സൺ. നിങ്ങളോടുള്ള ഉദ്ദേശം, നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയാ, നിങ്ങളിൽ നിന്ന് റെസ്പെക്ട് വേണം ഈ പേഴ്സൺ. കാരണം ആ പേഴ്സൺ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തിരിച്ച് നിങ്ങളും ഈ പേഴ്സണെ റെസ്പെക്ട് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ എംപററും ഉണ്ട്, എംപ്രസും ഉണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ആണ്, ഒരു പവർ കപ്പിൾ ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതാണ് ഉദ്ദേശം. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വരികയാണെങ്കിൽ അത് ഈ പേഴ്സണ് ബെനിഫിഷ്യൽ ആകുമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ പേഴ്സന്റെ ഉദ്ദേശം. പക്ഷെ അത് വയലന്റ് ആയിട്ട് നിങ്ങളുടെ സ്നേഹമോ അല്ലെങ്കിൽ റെസ്പെക്റ്റോ പിടിച്ചു പറിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ടോറസ്, ലീബ്ര, ഏരീസ് ആണ് അത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു കാർമിക്കോ സോൾമേറ്റ് കണക്ഷനോ വല്ലതുമാണോ? കാർമിക്കോ സോൾമേറ്റ് കണക്ഷനോ ആണോ? ഇതൊരു ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഇത് കാർമിക്കും സോൾമേറ്റ് കണക്ഷൻ ഒന്നുമല്ല. ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു റിലേഷൻഷിപ്പ്. എപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കും. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ല എന്നാണ് തോന്നുന്നത്, കാണുന്നുണ്ടാവാം, പക്ഷെ സംസാരമൊക്കെ കുറവാണ്. അപ്പൊ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് വെക്കാനുള്ള ധൈര്യം സംഭരിക്കണം ഈ പേഴ്സണ്, മനസ്സിലായോ? പക്ഷെ ഈ പേഴ്സൺ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ധൈര്യം സംഭരിച്ചു, അല്ലെങ്കിൽ നിങ്ങളെക്കാളും സ്റ്റേറ്റസിൽ കുറവാണോ, അതല്ലെങ്കിൽ നിങ്ങളെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോ നിങ്ങളുടെ അത്രയും പോരാ എന്നൊരു തോന്നല് ഈ പേഴ്സന്റെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിന് ധൈര്യം സംഭരിക്കണം. നിങ്ങളോട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇത്. കാർമിക്കും സോൾമേറ്റ് ഒന്നുമല്ല, നോർമൽ റിലേഷൻഷിപ്പ് ആണിത്. അപ്പൊ അത്രയും പ്രശ്നം കുറവാണെന്ന് സാരം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ലവ് ഓർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണോ? ഇവിടെ എന്താ ഉദ്ദേശം ഈ പേഴ്സൺ? ലവ് ആണോ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണോ? ഈ പേഴ്സൺ ഇവിടെ നിങ്ങൾ എടുത്തെടുത്ത് പറയുന്ന, ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് നിങ്ങളുമായിട്ടൊരു പവർ കപ്പിൾ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വിവാഹം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ വിവാഹം കഴിക്കണ്ട എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടൊരു വിവാഹം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കാരണം വിവാഹത്തിലേക്ക് പോയാൽ അതൊരു ടവർ മൊമെന്റിലേക്ക് പോകുമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പൊ ആ ടവർ മൊമെന്റ് ഒഴിവാക്കാനാണ്. കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം, മനസ്സിലായോ? അപ്പൊ രണ്ട് സ്ട്രോങ്, ഈ പേഴ്സണ് കുറച്ചും കൂടെ മയമുള്ള ഒരു എനർജി ആയിരിക്കാം ആഗ്രഹിക്കുന്നത്. ആ പേഴ്സന്റെ മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ ഈ പേഴ്സണെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ്. ഒരു എംപററും എംപ്രസും എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ സ്റ്റേച്ചർ ആയിരിക്കും. ഈ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്, മനസ്സിലായി? പിന്നെ കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ കുറെ ആളുകൾ, നിങ്ങളുടെ ഫോളോവേഴ്സ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു യൂട്യൂബറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു സർപ്പമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സന്റെ ഫ്രണ്ട് നിങ്ങളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവാം. ഈ പേഴ്സൺ അതുകൊണ്ട് മാറിക്കൊടുക്കുന്നതുമായിരിക്കാം, അറിയില്ല. എന്തായാലും ഒരു സർപ്പത്തിനോട് കാണിക്കുന്നുണ്ട്. അതും കൊണ്ടും കൂടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറി നിൽക്കുന്നത്. ഓക്കെ,
നിങ്ങളുമായി, അപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ല, വിവാഹവും ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ, ഒരു റിലേഷൻഷിപ്പ് അല്ല, പക്ഷേ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾ തമ്മിൽ ഐഡിയാസ് ഷെയർ ചെയ്യണം എന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ ഈ പേഴ്സൺ? നോ, യെസ്സും പറയും. കാരണം നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇത് കംപ്ലീറ്റ് യെസ് പറയില്ല. ഇത് നോ എന്ന് പറഞ്ഞിട്ട് അത് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അതിനർത്ഥം ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ടാണ്. അപ്പൊ ഈ പേഴ്സന്റെ പ്ലെയർ എനർജി, ഈ പേഴ്സൺ ഒരു പ്ലെയർ ആണ്. അപ്പൊ ആ എനർജി വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ചിലപ്പോ നിങ്ങൾ ശരിക്കും വഴക്ക് പറഞ്ഞ് ഇതൊരു പ്രശ്നത്തിലേക്ക് പോയി, എന്നിട്ട് ഡിസ്കണക്ട് ആയ റിലേഷൻഷിപ്പാണ്. മേ ബി നിങ്ങൾ അർഹിച്ച റെസ്പെക്ട് ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ അബാൻഡൻമെന്റ് കാർഡ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജി ആയിട്ട് കാണിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ ആദ്യം അപ്രോച്ച് ചെയ്തത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ അപ്രോച്ച് ചെയ്തത് വർക്ക് ചെയ്തില്ല. മനസ്സിലായോ? അപ്പോൾ അതേ എനർജി നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ അത്ര സക്സസ്, അങ്ങനെ ഒരു പ്രശ്നം ഒരു ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നൊരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ട്. ഇപ്പോ ഈ പേഴ്സണായിട്ട് നിങ്ങളും കോണ്ടാക്ട് ഇല്ലെങ്കിൽ എപ്പോഴത്തേക്ക് ആവും? ഒരു 2 മാസം, ഒരു 2 വർഷത്തിനുള്ളിലാണ് ഇവിടെ ഒരു കോണ്ടാക്ട്. ഇപ്പൊ നിങ്ങൾ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് കോണ്ടാക്ട് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ 2 of Wands. അപ്പോഴേ ഈ പേഴ്സണോട് ഇപ്പൊ ഒന്നും തീരുമാനം എടുത്തിട്ടില്ല, നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ഈ പേഴ്സൺ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ റീകൺസൈൽ ചെയ്ത് കഴിഞ്ഞാൽ ചില റിലേഷൻ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മാരേജ് സിറ്റുവേഷൻ ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് വേണ്ടാന്ന് വെക്കും. ആളെ കാണുന്നുണ്ട്, അയാളെ മനസ്സിലുണ്ട്, അയാളോട് സ്നേഹമുണ്ട്, പക്ഷെ ഒരു റിലേഷൻഷിപ്പിലേക്ക് അത് പോകണ്ട എന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ്? അത് സക്സസ്ഫുൾ ആകില്ലെന്ന് നമുക്കറിയാം, നമുക്കതൊരു തലവേദനയായിട്ട് മാറുമെന്നറിയാം. അതാണ് ഈ പേഴ്സൺ പറയുന്നത്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതൊരു തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പൊ ഒരു 2 വർഷം, 2 മാസം, 2 ആഴ്ച, മനസ്സിലായി, അതിനുള്ളിലാണ് കോണ്ടാക്ട് വരാൻ പോകുന്നത്. ഇത് സക്സസ്ഫുൾ ആകുമോ? ഈ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുൾ ആകുമോ? നോ ആണ് പറയുന്നത്. സക്സസ്ഫുൾ ആകില്ല. മനസ്സിലായി? അപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ ആ പ്രായവും സമയവും എല്ലാം കഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഹാപ്പിനെസ് ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും മണി മൈൻഡഡ് ആയ ആളുകളാണ്. നിങ്ങൾ രണ്ടുപേരും പ്രൊവൈഡേഴ്സ് ആണ്. ആണായാലും പെണ്ണായാലും ഒരേ മൈൻഡാണ്. പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഉള്ള രണ്ടുപേരാണ്. അതുകൊണ്ടാണ് ഇവിടെ ടോക്സിക് സിറ്റുവേഷൻ ആണെന്ന് കാണിച്ചത്. ഇത് സക്സസ്ഫുൾ ആകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ലിയോ, സ്കോർപിയോ, പിന്നെയും സ്കോർപിയോ തന്നെയാണ് വന്നിരിക്കുന്നത്. ലിയോ, ടോറസ്, ലീബ്ര, ഏരീസ്, അക്വേറിയസ്, കാപ്രിക്കോൺ, വെർഗോ, സ്കോർപിയോ, ഇതാണ് രണ്ടാമത്തെ റീഡിംഗ്, ഏരീസ്. ഓക്കെ, അപ്പൊ നമ്മളിനി മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങൾ ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയേണ്ടത്? നിങ്ങളുടെ മനസ്സിലുള്ള ആള്, ആ പേഴ്സണെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ അറിയേണ്ടത് ഭഗവാനെ? ഈ സിറ്റുവേഷനിൽ ഇവരെന്താണ് അറിയേണ്ടത്? മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനിൽ എന്താണ് അറിയേണ്ടത്? മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനിൽ എന്താണ് അറിയേണ്ടത്? ഭഗവാനെ, ഞാനിത് ക്രഷ് ആയിട്ടാണ് സാധാരണ റീഡിങ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു ഇതായിട്ട് ക്രഷ് എന്ന് പറഞ്ഞ് വേണ്ട, ക്രഷ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല ആൾക്കാർക്കെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം കൂടെ മേർജ് ചെയ്തിട്ട് ഒരു റീഡിങ് എടുത്തത്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അവരുടെ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? ഭഗവാനെ, അവർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഭഗവാനെ,
2 കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. ഒന്ന് സ്റ്റിൽനെസ്, ഇപ്പോൾ ഒരു ശാന്തതയാണ് ഉള്ളത്. അത് താൽക്കാലികമായ ശാന്തതയാണ്. ഇനിയും കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല അനുഭവങ്ങളും നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ഇത് നല്ലതുമാകാം ചീത്തയുമാകാം. എന്തായാലും നിങ്ങൾ ഡിവൈൻ ടൈമിംഗ് എന്ന് മാറ്റി വെച്ചിരുന്ന കുറെ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വരുമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ വരാൻ തുടങ്ങും, സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ, ഈ പേഴ്സൺ ഒരു സ്റ്റാറാണ്. ഈ പേഴ്സന്റെ സക്സസിന്റെ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. വളരെ സക്സസ്ഫുൾ ആണ് ഈ പേഴ്സൺ. ഈ പേഴ്സന്റെ എനർജി ഇതാണ്. വളരെ ഫേമസ് ആയ ഒരാളാണ്. ഇഷ്ടംപോലെ പൈസയുണ്ട്, പ്രശസ്തിയുണ്ട്, ഫോളോവേഴ്സ് ഉള്ള ഒരാളാണിത്. അപ്പോൾ പ്ലെയർ എനർജി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ പ്ലെയർ എനർജി അല്ല. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ ഫീൽഡിലേക്കാണ് ഈ പേഴ്സൺ ഇറങ്ങിയേക്കുന്നതെന്നാണ് പറയുന്നത്. മോട്ടിവേഷണൽ സ്പീക്കർ ആവാം. അതുപോലെ തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു ആൾദൈവം ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വളരെ പ്രശസ്തിയിലുള്ള ഒരു എനർജിയാണ്. സന്യാസ ജീവിതം പോലെ കാണിക്കുന്നുണ്ട്. എന്നാലും എന്നുവെച്ചാല് ഉഴപ്പായിരുന്ന ഒരാള് തിരിച്ചറിവ് വന്നിട്ട് നല്ലതെന്ന് ഞാൻ പറയില്ല, നല്ലതോ ചീത്ത എന്തോ ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ വീക്ഷണമാണ്. ഈ പേഴ്സൺ ഒരു സന്യാസ ജീവിതത്തിലേക്ക്, സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങോട്ട് തിരിഞ്ഞതുപോലെയാണ് കാണിക്കുന്നത്. ഇവിടെ അക്വേറിയസും വെർഗോയും ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പേഴ്സന്റെ? ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു ഷഫ്ലും കൂടെ ചെയ്യാം. ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ പേഴ്സൺ ഒരു എന്താ പറയാ, ആകെ അന്തം വിട്ട് നിൽക്കണം. ചിലപ്പോൾ ഈ പേഴ്സൺ ചില സമയത്ത് നമ്മള് ഇപ്പം ആൾദൈവങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവര് നല്ലതാണോ ചീത്തയാണോ എന്നതിന് എനിക്ക് അഭിപ്രായം ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ ചില സമയത്ത് നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നല്ല നിലയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം നമ്മൾ വലിയൊരു നിലയിലെത്തുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. കാരണം അതിന്റെ പുറകെ കുറെ ആളുകൾ ഉണ്ടാവും, നമ്മളെ ഫോളോ ചെയ്യുന്നവര്, ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും നമ്മളുടെ കയ്യിൽ, നമ്മളുടെ ചുറ്റിപ്പറ്റി കുറെ ആൾക്കാരുണ്ടാവും ഇത് മിസ്യൂസ് ചെയ്യുന്നവരും. മനസ്സിലായോ? അപ്പൊ ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്ത്, അപ്പൊ ഈ പേഴ്സന്റെ ചില സമയത്ത് പ്രശസ്തി, നമ്മളുടെ പുറകെ ഉള്ളവര്, ഇപ്പോ എന്നെ ഒരു ആൾദൈവമാക്കണമെങ്കിൽ കുറെ പേര് എന്നെ പുകഴ്ത്തി 4 പേരോട് പറയും, അയ്യോ ഈ മാഡത്തിന് അങ്ങനെ കഴിവുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ ആൾക്കാർ ഒഴുകാൻ തുടങ്ങും. മനസ്സിലായോ? ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നടക്കുന്നു, ചില കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ ഈ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാര് അത് സാധാരണക്കാരനെ കൊണ്ടും പറയും, പ്രവചിക്കാൻ പറ്റും ഓരോരുത്തരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട്. അപ്പൊ പറയുന്നത് ചിലപ്പോൾ പ്രശസ്തിയിലേക്ക് പോകും. പ്രശസ്തിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ കൂടും തോറും വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ അതിന്റെ അക്കൗണ്ടന്റ്, അത് ഇത് ബെനിഫിറ്റ്, ട്രസ്റ്റ് എല്ലാം ഫോളോ ചെയ്ത് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നത് ഈ പേഴ്സൺ പോലും പ്രതീക്ഷിക്കാതെ പേഴ്സൺ ആകെ അന്തം വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഞാൻ എങ്ങനെ ഈ പൊസിഷനിൽ എത്തി എന്നതിനെ കുറിച്ച് ഈ പേഴ്സൺ ഒരു വിവരവും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ കണ്ണു തള്ളി ഈ പേഴ്സൺ തന്നെ വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്, എങ്ങനെ ഞാൻ ഇത്രയും. അപ്പൊ ഇതിൻ്റെതായ സ്ട്രെസ് ഭയങ്കരമായിട്ടുണ്ട്, പേടിയുണ്ട്. മനസ്സിലായി? ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ കുറച്ച് ബോധമുള്ള ഒരു എനർജിയാണ്. ഇത് എങ്ങോട്ടാണ് പോണത്, എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യം പക്ഷെ എന്റെ കൈവിട്ട് പോയല്ലോ എന്നൊരു ടെൻഷൻ. ഇതൊരു ടവർ മൊമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതും ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കാതിരിക്കുന്നതും വളരെ ഒതുങ്ങി ജീവിക്കുന്നതും എന്നാണ് പറയുന്നത്. സ്കോർപിയോ ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ മാരീഡ് ആണോ? മാരീഡ് ആയിരുന്നിരിക്കാം, പക്ഷെ ഈ പേഴ്സന്റെ സ്വഭാവം കൊണ്ട് ഉഴപ്പായിരുന്നെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പേഴ്സണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് ഓർമ്മയുണ്ട്. അപ്പൊ ചെയ്തു പോയ തെറ്റിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഈ ഫോർച്യൂൺ മാറണമെന്നുണ്ട്, പഴയ കാര്യങ്ങളിൽ ചെയ്ത തെറ്റുകൾ തിരുത്തണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോ അതുകൊണ്ട് തന്നെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു എനർജിയും കൂടിയാണ് ഇപ്പോ ഈ പേഴ്സൺ.
അപ്പോൾ ഈ പേഴ്സൺ മാരീഡ് ആയിരുന്നു, ഇപ്പൊ അല്ല. ഈ പേഴ്സന്റെ സ്വഭാവം കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് തകർന്നു പോയത്. എന്ത് തരം ജോലി ചെയ്യുന്ന ആളാണിത്? ഈ ജോലിയാണ് ചെയ്യുന്നത്. കണ്ട, ഡെവിൾ എനർജി തിരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പേഴ്സണിന് കുറച്ച് പവർ ഉണ്ട്, കഴിവുകളുണ്ട്. ഈ പേഴ്സൺ വലിയ ഹൈറ്റിലുള്ള ഒരാളാണ്, നല്ല പൊസിഷനിലുള്ള ഒരാളാണ്. അപ്പൊ ഈ പേഴ്സൺ സ്വന്തം നെഗറ്റീവ് സൈഡെല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഇത് പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ്. ചിലപ്പോൾ ഇത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ ഒരാളാണോ, പ്രഭാഷണം ചെയ്യുക അങ്ങനെയൊക്കെയാണോ ജോലി? മനസ്സിലായോ? സ്നേഹത്തിന്റെ വഴിക്കാണ് ഈ പേഴ്സൺ പോകുന്നത്. ഈ ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേമം മാത്രമല്ല, ഇത് മറ്റുള്ളവർ സഹജീവികളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം കൂടിയാണ്. അപ്പൊ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ടാവാം, മനസ്സിലായോ? ആതുര സേവനം ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയെല്ലാം. അപ്പൊ അതാണ് ഈ പേഴ്സന്റെ പ്രയോറിറ്റി. ഇപ്പോ ആതുര സേവനത്തിനാണ് ഈ പേഴ്സൺ അങ്ങനെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം സ്നേഹമാണ്, മനസ്സ് മുഴുവൻ സ്നേഹമാണ് ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ജോലി. അപ്പോൾ ഈ പേഴ്സന്റെ നെഗറ്റീവ് എനർജീസ് എല്ലാം ഈ പേഴ്സൺ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണത്. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്, ഈ പേഴ്സൺ നാട്ടിലുണ്ടോ? യെസ് എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ നാട്ടിലുണ്ട്. ഓക്കെ, നാട്ടിൽ തന്നെയാണ് ഈ പേഴ്സന്റെ പ്രവർത്തനം. ഇത് ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ പേഴ്സന്റെ പ്രവർത്തനം. ചുറ്റും കുറെ ആളുകൾ എപ്പോഴും ഉണ്ടാകും. ഇതില് പലർക്കും ഈ പേഴ്സണോട് സ്നേഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ ആണ് ഇപ്പോ, കേട്ടോ. ആരോടും അങ്ങനെ ഒരാൾക്കായിട്ട് മാത്രം ജീവിതം മാറ്റിവെക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് വരണമെന്നേ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. പേഴ്സൺ വളരെ അത്ര ഹാപ്പി ഒന്നുമല്ല, വളരെ മനസ്സിന് സങ്കടമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നാട്ടിലുണ്ട് ഇപ്പോ. ഒരു എന്താ പറയാ, ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവാം. ചിലപ്പോൾ അമ്മയായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സന്റെ? നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരു റിസ്ക് എടുക്കണം, നിങ്ങളെ കോൺടാക്ട് ചെയ്യണം. അപ്പൊ നിങ്ങളുമായിട്ടുള്ള വിവാഹമാണോ ഒഴിഞ്ഞു പോയത്? ഇവിടെ ഈ പേഴ്സന്റെ സ്വഭാവം കൊണ്ട് അറിയില്ല. എന്തായാലും ഒരു റിസ്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ കാർഡാണ് വന്നേക്കുന്നത്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളെ. അപ്പൊ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾ തമ്മില്. അപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ. അതിന് ചിലപ്പോൾ നിങ്ങൾ സമ്മതിക്കില്ലായിരിക്കാം പരസ്യമായിട്ടാണെങ്കിൽ. കാരണം നിങ്ങൾ രഹസ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഈ പേഴ്സണിൽ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ അത് ഈ പേഴ്സൺ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു റിസ്ക് എടുക്കുന്ന പോലെ ആകും എന്ന് ഈ പേഴ്സൺ തോന്നുന്നുണ്ട്. അക്വയറിയസ് ഏരീസ് ആണ് കാണിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം എന്താണ് ഈ പേഴ്സന്റെ? ഓവർലി ഇമോഷണൽ ആണ് ചില സമയത്ത്. അപ്പൊ മനസ്സിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സണ്. ചെയ്ത തെറ്റുകൾക്കുള്ള കുറ്റബോധമുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങളുമായിട്ട് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. നിങ്ങളോട് കുറെ കള്ളത്തരങ്ങളൊക്കെ പറയുകയും നിങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു എനർജിയാണിത്. അതുകൊണ്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതൊരു കാർമിക് സിറ്റുവേഷനോ സോൾമേറ്റ് ആണോ? നമ്മളത് കണ്ടു. അതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. അപ്പൊ അത് ചോദിക്കണ്ട. ഇത് ഫിസിക്കൽ ആണോ അതോ ശരിക്കും സ്നേഹമാണോ നിങ്ങളോട്? നിങ്ങളെ വിവാഹം കഴിക്കണം എന്നില്ല ഈ പേഴ്സണ്. അപ്പൊ ഫിസിക്കൽ അട്രാക്ഷന് വേണ്ടിയിട്ടല്ല നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇനിയും നിങ്ങളെ ഉപദ്രവിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, കേട്ടോ. നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളെ. ഈ ഫൈറ്റ് ഒഴിവാക്കാൻ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുമായിട്ടൊരു സമാധാനപരമായ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിക്കാനും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, പക്ഷെ ഒരു വിവാഹത്തിലേക്ക് പോവില്ല. കാരണം അതിൽ നിന്നെല്ലാം ഉപരിയായിട്ട് ഈ പേഴ്സൺ ഉയർന്നു കഴിഞ്ഞു. അപ്പോ നിങ്ങളുമായൊരു ഫ്യൂച്ചർ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് നമ്മൾ കണ്ടത്. എന്നാലും നോക്കാം. യെസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട്, ഒരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകണം.
പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹബന്ധമല്ല ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇത് ഒരു എന്താ പറയാ, നിങ്ങളെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ഒരാളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കുറ്റബോധമുണ്ട്. അപ്പൊ ഇപ്പോ ഈ പേഴ്സൺ ഇഷ്ടംപോലെ പണം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എപ്പോഴും ഈ പേഴ്സൺ അവൈലബിൾ ആയിരിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ലെങ്കിൽ എപ്പോഴത്തേക്കാണ് കോണ്ടാക്ട് വരിക? വളരെ ധനികനോ ധനികയോ ആണ് ഈ പേഴ്സൺ, മനസ്സിലായി? അപ്പൊ നിങ്ങളുമായിട്ട് ഇപ്പൊ കോണ്ടാക്റ്റിലുണ്ട് ഈ പേഴ്സൺ, അതാണ് പറയുന്നത്. ഫാദർ ഓഫ് വാൻസ്. ആദ്യം ഈ പേഴ്സൺ കുറച്ച് ഒരു കിങ് ഓഫ് വാൻസിന്റെ പോലെ ആയിരുന്നു, കുറച്ച് സെൽഫിഷ് ഒക്കെ ആയിരുന്നു, കുറച്ച് ആംബീഷ്യസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഈ പേഴ്സൺ കുറച്ചുകൂടെ ജനറസ് ആണ്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കണം, നിങ്ങൾ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ്. നിങ്ങൾ ഈ പേഴ്സണെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കൊണ്ട് ഈ പേഴ്സണെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുക, അതാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ജെമിനായി ആണ് കാണിക്കുന്നത്. ഇഷ്ടംപോലെ പണമുണ്ട് ഈ പേഴ്സണ്, പെണ്ണായാലും ആണായാലും നല്ലോണം പണമുള്ള ഒരു ആളാണിത്. സക്സസ്ഫുൾ ആകുമോ? നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ, റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ അത് സക്സസ്ഫുൾ ആകുമോ? സക്സസ്ഫുൾ ആകാൻ ചാൻസ് കുറവാണ്. ഇവിടെ ഈ പേഴ്സൺ ജോലിയാണ് ഈ പേഴ്സന്റെ ഇമ്പോർട്ടൻറ്റ്. ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പേഴ്സന്റെ ഇപ്പൊ ചെയ്യുന്ന ആ ജോലിയാണ്. ഇപ്പൊ എന്താണ് ചാരിറ്റി വർക്ക് ആണെങ്കിൽ അത് കുറച്ചും കൂടെ സ്പിരിച്വൽ ആണ്. ഈ പേഴ്സൺ തിരിച്ചറിവായിട്ടുണ്ട് എന്താണ് നല്ലത്, ഈ പേഴ്സൺ എന്താണ് നല്ലതെന്ന് ഈ പേഴ്സൺ അറിയാം. അത് റിലേഷൻഷിപ്പ് അല്ല, ഒരു പെർട്ടിക്കുലർ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നൊരു ബോധം ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പൊ തിരിച്ച് അങ്ങോട്ട് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സണെ കൊണ്ടുപോകാൻ പോവുകയോ ആഗ്രഹിക്കുകയോ ചെയ്താൽ അത് സക്സസ്ഫുൾ ആകില്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഈ പേഴ്സണ് മോക്ഷം കിട്ടാൻ വേണ്ടി ചില പ്രശ്നങ്ങൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോക്ഷം, മനസമാധാനം, അതാണ് ഈ പേഴ്സന്റെ ശരിക്കുമുള്ള ഉദ്ദേശം. വെർഗോ, പൈസിസ്, ജെമിനായി, ക്യാൻസർ, നിങ്ങളെ ഏത് തരത്തിലും സഹായിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത്. വേറെ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകില്ല എന്നാണ് പറയുന്നത്. അക്വേറിയസ്, ഏരീസ്, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ, അക്വേറിയസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. 2 പ്രാവശ്യം വീണ്ടും പറഞ്ഞു. ഈ നിമിഷം വരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.